ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണി കോൺഗ്രസിന്റെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ട്വിറ്ററിലൂടെയാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. BBC-യുടെ ഡോക്യുമെന്ററി രാജ്യത്തിന്റെ പരമാധികാരത്തിന് എതിരാണെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് രാജിപ്രഖ്യാപനം. നേതൃത്വത്തിന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം മാത്രമാണ് ശരിയുടെ മാനദണ്ഡമെന്നും കത്തിൽ വിമർശനമുണ്ട്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് രാജിയെന്നും അനിൽ ആന്റണിയുടെ പ്രതികരണം. I'm joined by Anil Anthony, sir. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി. ഇന്നലെ സർ സപ്പോർട്ടിലാണ് വന്നത് BBC ഡോക്യുമെന്ററിയിൽ. ഇന്ന് റിസൈൻ ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. എന്താണ് കാരണങ്ങൾ? എന്താണ് വാട്ട് ട്രിഗർഡ് യു? ഞാനൊരു രാവിലെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ വളരെ ഇനോക്യസ് ആയിട്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്വീറ്റ് ചെയ്തത്. അത് ട്വീറ്റിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു നയത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു നയത്തിനെതിരെയും ഞാൻ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇപ്പം അഖണ്ഡതയായാലും രാജ്യത്തിൻ്റെ പരമാധികാരമായാലും ഇതിനൊന്നും മുകളിൽ മറ്റാരും കയ്യേറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല. അതൊരു നല്ല പ്രവണതയല്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കോൺഗ്രസ് ഇത് വളരെ നിരാശാജനകമായ ഒരു എൻവയോൺമെൻറ്റാണ്. അതായത് പലയിടത്തുനിന്നും വിളിച്ചിട്ട് ആ ട്വീറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ ട്വീറ്റ് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ തിരുത്തി പറയണമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു. ഇന്ന് ഞാൻ പേരുകളൊന്നും പറയത്തില്ല. പക്ഷെ മറ്റൊരു സമയം ഞാൻ അതും ചിലപ്പോൾ രണ്ടിടത്തുനിന്നും ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തു. ഞാനത് ചെയ്യത്തില്ല എന്നും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിലെ ഒന്നും ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി വളരെ വ്യക്തമായിട്ട് നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 12-15 മണിക്കൂറുകളായിട്ട് പലരും വന്ന് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വളരെ സംസ്കാരശൂന്യമായ ഭാഷയിൽ വളരെ അസഭ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതുന്നു. അതുപോലെ കോളുകൾ വരുന്നു, വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇതുപോലെ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും ഇങ്ങനത്തെ ഒരു സംസ്കാരശൂന്യമായ രീതിയിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. അത് കാരണം ഇങ്ങനെ പല കാര്യങ്ങൾ കാരണമാണ് ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് വളരെ ബോധ്യത്തോടെ ഞാൻ രാജിവെക്കുന്നത്. കാര്യം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് തുടങ്ങിയത് 3 വർഷം മുൻപാണ്. അതിനു മുൻപ് ഞാൻ 2017 ഗുജറാത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ കാരണമാണ് ഞാൻ 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2019 ബഹുമാനീയനായ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും അതുപോലെ ഡോക്ടർ ശശി തരൂരും അവർ പറഞ്ഞ കാരണമാണ് ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയത്. അന്ന് നമ്മൾ ഇതിനകത്ത് വളരെ നല്ലൊരു സിസ്റ്റവും വളരെ നല്ല വർക്ക് എത്തിക്സും പ്രൊഫഷണലിസവും ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ അധപ്പതിച്ചു പോയതിലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അച്ഛനെ അറിയിച്ചോ തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് അച്ഛന് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുമോ? എനിക്കറിയത്തില്ല. കാര്യം അദ്ദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യം. BJP പറയുന്നു ഇതൊരു ഉദാഹരണമാണ് കോൺഗ്രസിന്റെ ഇൻടോളറൻസിൽ. അതിനെന്ത് പറയും? BJPയുമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് വിഷമത്തോടെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ കാണുന്ന ഇപ്പം പേരെടുക്കുമോ? സെൻട്രൽ ലീഡർഷിപ്പ് ആണോ അതോ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആണോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇതിനപ്പുറം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ലെറ്ററിൽ ചില കാര്യങ്ങൾ ബോധ്യമാണ്. പക്ഷേ അത് ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാനത് കൂടുതൽ വ്യക്തതയോടെ പറയും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തിനോട് എനിക്ക് വളരെ ബഹുമാനം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഉദ്ദേശത്തോടെ ഒരു നല്ലൊരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികളെന്നും പറഞ്ഞ് നടക്കുന്ന ഇതുപോലത്തെ ആൾക്കാർ അദ്ദേഹം എന്തിനു വേണ്ടി നിൽക്കുന്നു അതിനെയെല്ലാം നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ അണികൾ അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയതിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ദുഃഖമുണ്ട്. കുറച്ചുകൂടെ ഔചിത്യം വേണ്ടേ? ഞാനൊരു കല്യാണത്തിന് വന്നിരിക്കുക.
വലിയൊരു രാഷ്ട്രീയ വിവാദമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഈ ഒരു BB സത്യം മോദിയുടെ കാര്യങ്ങൾക്ക് ഞാൻ വിവാദത്തിൽ നമുക്ക് എടുക്കാൻ പോകുന്നതല്ല, രാഷ്ട്രീയ വിവാദത്തിൽ ഒന്നല്ല. എന്തായാലും പാർട്ടിയിൽ അഭിപ്രായം സാർ മകൻ രാജിവെച്ചതേ സാർ ആലപ്പുഴ ആദ്യമായിട്ട് വരികയാണ് ഇപ്പോൾ. കുറച്ചുകൂടെ ഔചിത്യം വേണ്ടേ? ഞാനൊരു കല്യാണത്തിന് വന്നിരിക്കുക. വലിയൊരു രാഷ്ട്രീയ വിവാദമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഈ ഒരു BB സത്യം മോദിയുടെ കാര്യങ്ങൾക്ക് ഞാൻ വിവാദത്തിൽ നമുക്ക് എടുക്കാൻ പോകുന്നത്. AK ആന്റണി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ചേർത്തലയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. അദ്ദേഹവും ഭാര്യ എലിസബത്തും ഏറെക്കാലത്തിന് ശേഷമാണ് ചേർത്തലയിലേക്ക് AK ആന്റണി പോകുന്നത്. പക്ഷേ ആ ദിവസം തന്നെ ഇത്തരം ഒരു വലിയ വിവാദത്തിൻ്റെ നടുക്കാണ് AK ആന്റണി നിൽക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം ചേർത്തലയുടെ അവസാനം ചേർത്തലക്കാരുടെ ആശംസയൊക്കെ പറയുകയല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചില്ല. ആവർത്തിച്ച് അദ്ദേഹം വിവാഹ ചടങ്ങിലേക്ക് കയറുന്നതിന് മുമ്പും അതിനുശേഷവും ഒക്കെ ആവർത്തിച്ച് ചോദിക്കേണ്ടി വന്നു. മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായും ഇത്തരമൊരു ഘട്ടത്തിൽ ഇത്തരമൊരു ഔചിത്യം പാലിക്കാൻ കഴിയില്ല. ആന്റണിയുടെ പ്രതികരണം ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉത്തരം പറയാതിരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് AK ആന്റണി ഉപയോഗിച്ചത്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. AK ആന്റണിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നേരത്തെ അനിൽ ആന്റണിയും ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എന്തായാലും ആന്റണിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് തത്സമയ സംരക്ഷണത്തിലേക്ക്. Yes. There has been a whole controversy related to this BBC documentary. The government, the union government has blocked it. At the same time in Kerala as well as in other places, we are seeing that this is being screened. Your thoughts about this entire controversy? It's not question. It is not question of my thoughts. The issue on which BBC has made a documentary, there are several verdicts of the Indian judiciary, including Supreme Court. If there are some people in our country who attach more importance to the opinion of BBC, good to them. That's all I can say. And they are only, why this thing is happening only after India has assumed the presidency of G20, and why this kind of thing is coming from a people who had predicted that India will not be able to protect its freedom, its democracy, and India will be broken into pieces. So it's the same mindset. Now they see that India is not only united, India is not only democratic, India has not only preserved its freedom, but now India is being viewed as leader of the world. Therefore they are feeling upset. They had predicted that India will fall into pieces. If they are, and I really wonder at this mind of our own people who are trying to attach more importance to opinion. Documentary is only a question of opinion. They are attaching more importance to the opinion of some foreign documentary makers, that to our old colonial masters, then giving importance to the verdict of the judiciary, the highest judiciary in India. I don't think this issue needs to be discussed anymore. It should be treated with the contempt it deserves. On censorship, regarding censorship. I'm ready to stay here as long as you will say. Not too many people at the same time. Yes. Sir, you have mentioned about the importance of discourse in democracy. Importance of discourse in democracy. Don't you think there should be permission to show differences of opinion or different points of view in a democratic country? Different point of views are most welcome, and democracy cannot work without that. But you will have to see you also need to take into consideration the factors where here the highest court, not just the highest court of land, so many judicial verdicts, including that of the highest court of the land. The timing, all these things will have to be taken into consideration. This is the time when India has assumed G20 presidency. Why this particular time has been chosen to bring out this scurrilous material? So
You can't ignore these things, and particularly coming from a source who had predicted, who were ruling over us for 200 years, and they had predicted at the time of our freedom that India is simply not capable of preserving its freedom. So when these comments come from people like this, then one has to take it with a pinch of salt. You are questioning the authenticity of the state Prime Minister, when he was Chief Minister of Gujarat in 2013, he has praised BBC for its credibility. He has Praised BBC for its credibility. praised it, praised it for its credibility. It's okay. I have not seen that statement. The only thing I can say is that there are people who are really, because all their estimates about India, all their guesswork has gone wrong. They thought that India will break into pieces. They thought that with so much diversity in India, India cannot maintain its unity. Now they see India emerging on the world scene. Not only India emerging on the world scene. How do you feel? Are not there people in Britain who feel deeply hurt that a person of Indian origin is their Prime Minister? Therefore, they want to use every opportunity, rather they want to create opportunities. They want to invent opportunities so that they can lower the esteem of India. State government is planning to set up a search committee to find a vice chancellor for Malayalam. I have already told you. Let me make it clear. I am not here to fight with the state government. Okay, thank you. My job is only to see that the state government, the business of the government is transacted in accordance with the law and constitution. As far as the existing law is concerned, all the points which I raised during last 2 years, they have been vindicated by the Honorable Supreme Court. Have they been or they not been? I am asking you. The points which I raised about the selection committee, the point which I raised about the number of persons on the panel, have they been vindicated by the Supreme Court or not? Will you speak? Have they been vindicated by the Supreme Court or not? You are silent, therefore I am also silent. Regarding the amendment of No, I am coming to that only. Only after you tell me whether the points which I raised in the issue of Kannur University and other university, whether they have been vindicated by the Supreme Court or not. I am asking. They have been vindicated? They have been vindicated. Now it is for the elected government either to respect the judgment of the Supreme Court, or they have the authority, any elected government has authority to change the law. So if instead of honoring and respecting the verdict of the judiciary, if they want to change the law which made that verdict, but my position has been made clear that the point that I am raising was in accordance with the law as it prevails even today, and it has been confirmed by the Honorable Supreme Court. Now it is for the government to decide whether they want to act according to the judgment of the Supreme Court. They also have another option. The other option is they can change the law, and then new interpretation will be made. So there I am not going to question the authority of the government. Government has that authority to change the law. They have gone for the change of law, but because this law concerns a matter which is in the concurrent list, therefore my understanding is that the state government, without consultation with the central government, cannot bring any law dealing with any subject which finds mention in the concurrent list. I am not challenging their authority. They have every right to change the law, but they will have to follow the procedure, and the procedure is that this must be done with the consultation of the central government. They can change the chancellor. It is up to them. For me, it is not an issue. But because it concerns the concurrent list, therefore I am duty bound to refer the matter for the consideration of the Honorable President. Well, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണമായിരുന്നു. കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ്. BBC എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു
ഡോക്യുമെൻ്ററി പുറത്തുവിട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെത്. അത് G20യുടെ ആതിഥ്യം ഇന്ത്യ അരുളുകയാണ്. ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയാത്ത, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇന്ത്യയെ ദീർഘകാലം ഭരിച്ച ഒരു രാജ്യം ഇത്തരം ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടത് എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. അതോടൊപ്പം തന്നെ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. താൻ സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടലിന് തയ്യാറല്ല. ഭരണഘടനാനുസൃതമായുള്ള ഉത്തരവാദിത്വം മാത്രമാണ് താൻ നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഏതെങ്കിലും ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അഭിപ്രായം തേടേണ്ടതുണ്ട്. ആ വിഷയമാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. താൻ ചൂണ്ടിക്കാട്ടിയ വിഷയം സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചു എന്നുള്ളതും അദ്ദേഹം പറയുന്നു. എന്തായാലും G20 നടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിൽ ഇന്ത്യയെ അപമാനിക്കുവാൻ വേണ്ടി ബോധപൂർവമാണ് BBC ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടത് എന്നുള്ള അഭിപ്രായമാണ് പ്രധാനമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. റിപ്പോർട്ടർ ഡാൻ കുര്യൻ കൂടി. അനിൽ ആന്റണിക്കെതിരെ വിമർശനവുമായി KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ആരായാലും അംഗീകരിക്കാനാകില്ല. 1 വർഷത്തോളമായി പദവിയിൽ തുടരുമ്പോഴും അനിൽ ആന്റണി ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നില്ലെന്നാണ് വിമർശനം. രാജി മുഖം രക്ഷിക്കാനാണെന്നും ബൽറാം പറഞ്ഞു. വ്യത്യസ്തമായിട്ട് അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഒന്നുകിൽ അഭിപ്രായം അദ്ദേഹം മാറ്റാൻ തയ്യാറാവണം. അതിന് അദ്ദേഹം തയ്യാറാവാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി രാജിവെക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായി തന്നെ കേരളത്തിലെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇന്നോ നാളെയായിട്ട് KPCC പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ ഒരു പ്രോസസ്സ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിരിക്കുകയാണ്. അനിൽ ആന്റണിയുടെ രാജിയോടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഇങ്ങനെ. അത് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് കരുതണമെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരം അത് ഡയറക്ട്ലി മോഡിയാണ് എന്നുള്ള ചിഹ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു തരം ഭക്തരുടെ കാഴ്ചപ്പാടുകളെ കോൺഗ്രസ് എൻഡോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ സ്വാഭാവികമായും അക്കാലത്തെ വീഴ്ചകൾക്കെതിരെ ഉണ്ടാവും. അക്കാലത്തെ സത്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, ചിലപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കും. അത് വീണ്ടും പോരാടാനുള്ള മതേതര ഇന്ത്യയുടെ പൊരുതാനുള്ള രാജ്യത്തിന്റെ ഐക്യത്തിനും രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി പൊരുതാനുള്ള സ്ട്രെങ്താണ് എല്ലാവരിലും ഉണ്ടാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ രാജി ആശയപരമായ ഒരു അനിവാര്യത തന്നെയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. കോൺഗ്രസ് കേവലം ഒരു സംഘടന മാത്രമല്ല, അതിന് ആശയപരമായ ഒരു ബേസ് ഉണ്ട്. ക്ഷമിക്കണം, നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയേണ്ടി വന്നതിൽ VT ബൽറാമൻ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണമായിരുന്നു വന്നത്. ഏറെ നേതാക്കളുണ്ടായിരുന്നു, അതിനിടയിൽ പേര് തെറ്റിപ്പോയതാണ്. അനിൽ ആന്റണിയുടെ രാജി ആശയപരമായി ശരിയെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ. അനിൽ ആന്റണിയുടെ അഭിപ്രായം തള്ളി ശശി തരൂർ. ഡോക്യുമെന്ററി ഇന്ത്യയുടെ പരമാധികാരത്തെയോ സുരക്ഷയോ ബാധിക്കില്ല. എന്നാൽ ഡോക്യുമെന്ററി വിലക്കിയതിനെ അംഗീകരിക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു. സുപ്രീം കോടതി തീരുമാനം പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. വിഷയം ഇത്ര വലുതാക്കേണ്ടിയിരുന്നില്ലെന്നും തരൂർ പ്രതികരിച്ചു. എനിക്ക് ഈ പ്രത്യേകിച്ച് ഈ അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷെ അനിലൊരു നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് എന്താ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്. അത് ഈ കാലത്ത് കുറച്ചൊരു കറന്റ് അഫയേഴ്സിന്റെയാണ്. അതിലും വീണ്ടും ഒരു തർക്കം വരാനുള്ള സാധ്യത ഉണ്ടാവും വിചാരിക്കുന്നു. ആ സെക്കൻഡ് റിപ്പോർട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ട് ഭാരതത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇനി ആർക്കാ പറയാൻ സാധിക്കുക? അവർക്കത് പറയാൻ അവകാശമില്ല. അവർക്ക് അവകാശമുണ്ട്. നമ്മൾക്കതിനെ കാണാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ നമ്മൾക്കും അവകാശമുണ്ട്. പക്ഷേ അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഉണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ തിരിച്ചടി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കോൺഗ്രസ് പലപ്പോഴും മറുപടി പറയേണ്ടി നിൽക്കുന്ന, പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടിയാണ് പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഇത് ഒരു വ്യക്തിയുടെ രാജി അല്ലെങ്കിൽ കോൺഗ്രസിൽ അപ്രധാനമായ ഒരു പദവി ചുമതല വഹിച്ചിരുന്ന ഒരാളുടെ രാജി എന്നൊക്കെ പറഞ്ഞ് സാങ്കേതികമായി ഒഴിയാം. പക്ഷേ ഈ വ്യക്തി AK ആന്റണിയുടെ മകനാണ്, കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും തലമുതിർന്ന നേതാവിൻ്റെ മകൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്
ഈ ഡോക്യുമെന്ററി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ചില സംസ്ഥാനങ്ങൾ നേട്ടമുണ്ടാകുമെങ്കിൽ അതിനപ്പുറത്തെ പ്രതിരോധത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കല്ലേ എത്തിയത്? തീർച്ചയായും അതിൽ AK ആന്റണിയുടെ മകൻ ഇത്തരമൊരു നിലപാടെടുത്തു എന്നതാണ് ദേശീയ തലത്തിൽ തന്നെ ഈ നീക്കത്തിന് വലിയ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. BJP ക്യാമ്പ് അടക്കം ദേശീയ തലത്തിൽ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നതും അതാണ്. മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ മകൻ ഇത്തരമൊരു നിലപാടെടുത്തു, അതായത് BJPക്ക് സമാനമായൊരു നിലപാടെടുത്തു എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇന്നലെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നടത്തിയ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പരാമർശങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന ഒരു ആശയക്കുഴപ്പം തുടക്കത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വളരെ രൂക്ഷമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം അനിൽ ആന്റണിക്കെതിരെ വിമർശനം ഉണ്ടാവുകയും ഇന്ന് അദ്ദേഹത്തിന്റെ രാജിപ്രഖ്യാപനം ഉണ്ടാവുകയുമാണ് ചെയ്തത്. എന്തായാലും ഈ രാജിപ്രഖ്യാപനം ഉണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ അനുഗ്രഹമാണ്. കാരണം അല്ലെങ്കിൽ AK ആന്റണിയുടെ മകനെ പുറത്താക്കി എന്നൊരു തീരുമാന പ്രഖ്യാപനത്തിന് കോൺഗ്രസ് എടുക്കേണ്ടി വരുന്നു. അത് ഒരുപക്ഷെ കൂടുതൽ രാഷ്ട്രീയമായ പ്രത്യാഘാതവും ഉണ്ടാക്കിയേനെ. എന്തായാലും അനിൽ ആന്റണി തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. BJPയുമായി എതിർപ്പുണ്ടെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ BJPയുടെ നിലപാടിനൊപ്പമാണ് താൻ എന്ന നിലപാടും എടുത്തിരിക്കുന്നു. എന്തായാലും അനിൽ ആന്റണിയുടെ നിലപാടിനെ പൊതുവിൽ ഇപ്പോൾ നേതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് ഈ രാജിപ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജിയിലൂടെ ഈ വിവാദത്തെ മറികടക്കാൻ കഴിഞ്ഞേക്കുമോ എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത് ഈ അനിൽ ആന്റണിയുടെ മറുനീക്കം ഉണ്ടാക്കിയ ക്ഷീണം കോൺഗ്രസ് ക്യാമ്പിന് ചെറുതല്ല. ഒരുപക്ഷെ BJPക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി, അത് സംസ്ഥാനത്ത് CPMും അല്ലെങ്കിൽ കോൺഗ്രസും ഒന്നായിട്ട് ഈ BBC-യുടെ ഡോക്യുമെൻ്ററി വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം BJPക്കെതിരെ നടത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ തന്നെ പിന്നോട്ടടിക്കുന്നതായി മാറി അനിൽ ആന്റണിയുടെ പരാമർശവും വിവാദ നീക്കങ്ങളും എന്നതിൽ തർക്കമില്ല. AK ആന്റണി ഈ വിഷയത്തിലെടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. ആവർത്തിച്ച് ചോദ്യം ചോദിച്ചിട്ടും AK ആന്റണി മകൻ്റെ നിലപാട് സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്താനോ നിലപാട് പറയാനോ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സജിത്ത്, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ കോർഡിനേറ്ററൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ അനിൽ ആന്റണി കഴിഞ്ഞ ഭാരത് ജോഡോ യാത്ര പോലെ കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രത്തിലെങ്ങുമില്ലാത്ത ഒരു പരിപാടി നടക്കുന്നു. അത്രയേറെ കോൺഗ്രസ്സുകാരിൽ വലിയ ആവേശവും ഈ പാർട്ടിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനൊക്കെയുള്ള വലിയ ആവേശമൊക്കെയാണ്. അവിടെ എങ്ങും യാതൊരു തരത്തിലുള്ള പ്രതികരണമോ അതിനെ അനുകൂലിച്ചൊരു ട്വീറ്റോ എങ്ങും ഉണ്ടാവാത്ത അനിൽ ആന്റണിയാണ് പൊടുന്നനെ വന്ന് ഈ BBC ഡോക്യുമെൻ്ററിയുടെ വിഷയത്തിൽ BJPയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുന്നത്. ഈ നേരത്തെ അഹമ്മദ് പട്ടേലിൻ്റെ മകനും ഒക്കെ സമാനമായ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളൊക്കെ അവർക്ക് ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ പദവി ലഭിക്കണമെന്ന് അവർ ഉള്ളാലെ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയും ചില ഘട്ടങ്ങളെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവരൊക്കെ അനാവശ്യമായ ചില പദവികളിലേക്ക് അല്ലെങ്കിൽ കാര്യമായ പരിഗണനകളില്ലാതെ അച്ഛന്മാരുടെ കെയർ ഓഫിൽ ചില പദവികളിലേക്കൊക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടിയൊക്കെ തിരിച്ചടിയല്ലേ ഈ സംഭവങ്ങൾ? കിരൺ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം ദേശീയ തലത്തിൽ പലപ്പോഴും വാർത്തയായിട്ടുള്ളതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കുടുംബത്തിൽ നിന്നും മറ്റൊരു വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുണ്ടാവുകയും അത് BJPക്ക് അനുകൂലമാവുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും നേതാവുമായി ബന്ധപ്പെട്ടൊന്നും അത്തരം കാര്യങ്ങൾ വലിയ ചർച്ചയായിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൽ ഏറെ ഇമേജുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ഇമേജുള്ള AK ആന്റണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായത് എന്ന് തന്നെയാണ് അതിന് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ അനിൽ ആന്റണി മറ്റൊരു രാഷ്ട്രീയ നീക്കമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. താൻ പാർട്ടി പദവികളിൽ നിന്നും ഒഴിയുന്നു എന്നതിനപ്പുറമുള്ള മറ്റു പ്രഖ്യാപനങ്ങളോ രാഷ്ട്രീയ നീക്കങ്ങളോ അനിൽ ആന്റണി ഇതുവരെ പറഞ്ഞിട്ടില്ല. താൻ കോൺഗ്രസ്സുകാരനായി തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു കാര്യം പ്രസക്തമാവുന്നത് അനിൽ ആന്റണിയുടെ രാജിപ്രഖ്യാപനത്തിലെ ചില പരാമർശങ്ങളാണ്. അതിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്നുണ്ട് എങ്കിൽ കൂടിയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയെ പരാമർശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ ഒരു പ്രയാണം ഒരിടത്ത് നിന്ന് നടത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു രീതിയിൽ പെരുമാറുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അനിൽ ആന്റണിയുടെ പരാമർശങ്ങൾ അദ്ദേഹം ഒഴിഞ്ഞാൽ കൂടിയും ആ പരാമർശങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടും എന്നത് ഉറപ്പാണ്. എന്തായാലും അനിൽ ആന്റണി മറ്റൊരു രാഷ്ട്രീയ നീക്കം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുമെന്ന പ്രഖ്യാപനമാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും പലരുടെയും പ്രതികരണങ്ങൾ വരാനുണ്ട്. എന്താവും ഇത്? ഒരു തരത്തിൽ കോൺഗ്രസിന് അനുഗ്രഹമായോ അതോ കോൺഗ്രസിനെ കൂടുതൽ വിവാദത്തിലാണോ പെടുത്തുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാവും ഉണ്ടാവുക. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക്. 2002 ഗുജറാത്ത് കലാപകാലത്തെ കൂട്ടക്കൊലക്കേസിൽ 22 പ്രതികളെ കോടതി വെറുതെ വിട്ടു.
പഞ്ചുമഹൽ ജില്ലയിലെ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. ദിയോൾ ഗ്രാമത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 17 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലാണ് കോടതിയുടെ ഉത്തരവ്. BBC ഡോക്യുമെന്ററി പ്രദർശനത്തെ എതിർത്ത് നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ കേസ്. തിരുവനന്തപുരത്ത് മാനവീയ വീഥിയിലെയും പൂജപ്പുരയിലെയും പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുത്തു. BJP യുവമോർച്ച നേതാക്കളെ പ്രതികളാക്കിയാണ് കേസെടുത്തത്. നിയമവിരുദ്ധ ഒത്തുകൂടൽ, സംഘർഷം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രദർശനത്തിനെതിരെ കേസെടുക്കില്ല. ഡോക്യുമെന്ററി പ്രദർശനം നിരോധിച്ച ഉത്തരവില്ലെന്നും പോലീസ് പറഞ്ഞു. വധശ്രമ കേസിൽ അയോഗ്യനായ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന് ആശ്വാസം. മുഹമ്മദ് ഫൈസൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിച്ചു. ലക്ഷദ്വീപിലെ ജനങ്ങൾ കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ വ്യക്തമാക്കി. പോക്സോ കേസ് അതിജീവിതയെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് നെടുങ്കണ്ടം പോലീസ്. മകളെ അച്ഛൻ പീഡിപ്പിച്ച സംഭവത്തിലാണ് പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടത്. പ്രതി ഇന്നലെ പോലീസിനെ വെട്ടിച്ച് കടന്നിരുന്നു. സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എന്താണ് ഈ കേസ് സംബന്ധിച്ച വിവരങ്ങൾ? കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം രാത്രിയിലാണ് ഇപ്പോൾ സംഭവം നടക്കുന്നത്. പോക്സോ കേസ് പ്രതിയായിരുന്ന പ്രതിയെ നെടുങ്കണ്ടം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപേ ഹാജരാകുന്നതിനിടെ പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ഇതിനു മുൻപ് പ്രതിയുടെ ചിത്രം ചിലർക്ക് പോലീസ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇതിൽ നിന്നും പ്രചരിച്ചു എന്നതാണ് വിവരം. ഒപ്പം ഈ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഇന്ന് 3ാം ദിവസമായിട്ട് ഇതുവരെയും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതി നെടുങ്കണ്ടത്തിന് സമീപ പ്രദേശത്തുള്ള വനമേഖലയിലും ഒപ്പം തോട്ടം മേഖലയിലുമൊക്കെയായി കിടന്നതായാണ് സൂചന. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ നിലവിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപായി എത്തിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥരെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാരു, ഷമീർ എന്നിവരെ നിലവിൽ അന്വേഷണപരമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഇടുക്കി SP കടപ്പുറ DYSPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നെടുങ്കണ്ടം പോലീസിൽ നിന്നും കൃത്യവിലോപം നടന്നതായി ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രതി പോലീസ് കസ്റ്റഡിയിൽ ചാടിപ്പോയിട്ടും പിടികൂടാൻ നെടുങ്കണ്ടം പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നും ആരോപണം ഉയരുന്നുണ്ട്. ഒപ്പം ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപായി ഹാജരാക്കുന്ന സമയത്ത് ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ എസ്കോർട്ട് ഉണ്ടായിരുന്നില്ല. സാധാരണയായി 2 പ്രതികളെ ഹാജരാക്കുമ്പോൾ 5 പോലീസുകാരെങ്കിലും വേണ്ട സാഹചര്യത്തിൽ 2 പോലീസുകാർ മാത്രമാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ പ്രതികളെ എത്തിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് കൃത്യവിലോപമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. 3 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നതും വലിയ ഒരു വീഴ്ചയായി തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണുന്നു. കിരൺ, ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. അയിരൂരിലെ അജയകുമാറിന്റെ ആത്മഹത്യയിൽ ഒരാൾ കീഴടങ്ങി. മകളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തപ്പോൾ മർദ്ദിച്ചതിൽ മനം നൊന്താണ് അജയകുമാർ ആത്മഹത്യ ചെയ്തത്. അയ്യൂർ മലപ്പേരൂർ സ്വദേശി മോനിഷാണ് പോലീസിൽ കീഴടങ്ങിയത്. കേസിലെ 4 പ്രതികളിൽ ഒരാളാണ് മോനിഷ്. കൂടുതൽ വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, എന്താണ് ഈ സംഭവം? കിരൺ, കഴിഞ്ഞ 18-ാം തീയതി വൈകുന്നേരമാണ് മകളെ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചുകൊണ്ടുവരുന്ന സമയത്താണ് ഈ 4ഓളം വരുന്ന മദ്യപ സംഘം ഈ കുട്ടിയോട് മോശമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് അജയകുമാർ മകളെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഈ മദ്യപ സംഘത്തോട് ഈ സംബന്ധിച്ച് വിവരം തിരക്കുകയും അവിടെ വെച്ച് കച്ചവിഷയുണ്ടായി. അവിടെ വെച്ച് വാക്തർക്കം ഉണ്ടായി. അജയകുമാറിനെ ഈ സംഘം മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. ക്രൂരമായ മർദ്ദനം കഴിഞ്ഞ അജയകുമാർ പിറ്റേന്ന്, അതായത് 19-ാം തീയതി വൈകുന്നേരമാണ് രാത്രി 9 തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ചായപ്പിൽ കാണപ്പെടുന്നത്. ഇതേ തുടർന്ന് വീട്ടുകാര് മർദ്ദനമേറ്റാണ് ഉള്ള മനോവിഷമം മൂലമാണ് അജയകുമാർ ആത്മഹത്യ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെ പോലീസ് മകളുടെയും വീട്ടുകാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് 4 പേർക്കെതിരെ കേസെടുത്തത്. എന്നാൽ ഈ പ്രതികൾ ഒടുവിലായിരുന്നു. ഇന്ന് രാവിലെ ഒരാള് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നു. 4 പ്രതികൾ ഒരാളായ മേലപ്പൂർ സ്വദേശി മോനിഷാണ് കീഴടങ്ങിയിരിക്കുന്നത്. തലമകരം പോലീസ് എത്തിയാണ് അയാൾ കീഴടങ്ങിയത്. എന്നാലും പരാതിയിൽ ഇനിയിപ്പം 4 പേരെ കൂടിയാണ് കേസിൽ പോലീസിന് പിടികൂടാനുള്ളത്. ഈ മറ്റ് 3 പ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? പ്രതികളുടെ പേരും വിവരങ്ങളും കൃത്യമായി കിട്ടിയിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കണം. പക്ഷേ പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇന്നലെ വരെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല.
എന്തായാലും ഇന്ന് രാവിലെ ഒരാൾ വന്ന് കീഴടക്കുന്നതാണ്. ബാക്കി 3 പ്രതികളെയും ഉടൻ പിടിക്കും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഷാനോസ് ഡേവിഡാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. ബഫർ സോൺ വിഷയത്തിൽ തീർപ്പാക്കാനുള്ള 5000-ഓളം പരാതികളിൽ 2995 പരാതികളും വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടതാണ്. ലഭിച്ച പരാതികളുടെ ബാഹുല്യമാണ് പരാതികൾ തീർപ്പാക്കാൻ വൈകുന്നതിനും കാരണം. സംസ്ഥാനത്തെ 82 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ എല്ലാ പരാതികളും തീർപ്പായപ്പോൾ 10 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഇനിയും പരാതികൾ തീർപ്പാകാനുണ്ട്. ബഫർ സോൺ മാപ്പിൽ ഒഴിവാക്കപ്പെട്ട നിർമ്മിതികളുടെ കൂട്ടിച്ചേർക്കലിനായി ലഭിച്ച ആകെ പരാതികൾ 65,106. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം ഇതിൽ തീർപ്പാക്കിയത് 60,032 എണ്ണം. 5,074 പരാതികൾ തീർപ്പാക്കാൻ ബാക്കി. ഇതിൽ 2,995 പരാതികളും വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണുമായി ബന്ധപ്പെട്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്ക്. ഇവിടെ ലഭിച്ച 16,543 പരാതികളിൽ 13,548 എണ്ണമാണ് പരിഹരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരാതി വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ബാഹുല്യമാണ് പരാതി പരിഹാരം വൈകാൻ കാരണവും. ഇവിടെ ബഫർ സോൺ പരിധിയിൽ വരുന്ന 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ സുൽത്താൻ ബത്തേരി നഗരസഭ, നെന്മേനി, പൂതാടി, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, തിരുനെല്ലി പഞ്ചായത്തുകളിലാണ് പരാതികൾ തീർപ്പാക്കാൻ ബാക്കിയുള്ളത്. വയനാടിനെ കൂടാതെ പീച്ചി, പറമ്പിക്കുളം എന്നിവിടങ്ങളിലും പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. പീച്ചിയിലും പറമ്പിക്കുളത്തും 2 വീതം തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലാണ് ഇനിയും പരാതികളുള്ളത്. മറ്റെല്ലാ സംരക്ഷിത വനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട്. ബഫർ സോൺ പരിധിയിൽ വരുന്ന 92 തദ്ദേശ സ്ഥാപനങ്ങളിൽ 82 ഇടങ്ങളിലാണ് എല്ലാ പരാതികളും പരിഹരിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ 77,427 നിർമ്മിതികൾ ഭൂപടത്തിൽ കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായതും വയനാട് വന്യജീവി സങ്കേതത്തോടനുബന്ധിച്ചുള്ള പരാതികളിലാണ്. 16,335 നിർമ്മാണങ്ങളാണ് ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. റബ്ബറിന് വിലസ്ഥിരത 200 രൂപയാകും എന്ന LDF സർക്കാർ പ്രഖ്യാപനം ഇത്തവണയെങ്കിലും സർക്കാർ നടപ്പാക്കും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കിലോയ്ക്ക് 142 രൂപ എന്ന ഇപ്പോഴത്തെ വില കൊണ്ട് നഷ്ടം മാത്രമാണ് ഉള്ളതെന്ന് കർഷകർ പറയുന്നു. ലാറ്റക്സിനെയും പ്രത്യേകമായി പരിഗണിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. അടുത്ത കാലത്തായി റബ്ബർ കർഷകരോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. റബ്ബർ കൃഷി വൻ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ വേണ്ട നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. അടിസ്ഥാന വില 200 രൂപയാക്കുമെന്ന് ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ സർക്കാർ അധികാരമേറ്റ് ഇത്ര നാളായിട്ടും വാഗ്ദാനം നടപ്പായില്ല. ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിരുന്ന ഉത്തേജക പദ്ധതിയിലെ വില 200 രൂപയായി നിശ്ചയിക്കുന്നതിനുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലാറ്റക്സിന് ഇന്ന് ഉത്തേജക പദ്ധതിയിൽ കാര്യമായ പ്രാധാന്യം ലഭിക്കുന്നില്ല. ലാറ്റക്സിന് ഉത്തേജക പദ്ധതിയിൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് അതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകണം. റബ്ബറിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ കൂട്ടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ചെലവുകൾ ഓരോ വർഷം കൂടുമ്പോഴും വിഹിതം കുറയ്ക്കുകയാണ് കേന്ദ്രം. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ റബ്ബർ റീപ്ലാന്റിങ്ങിനും പ്ലാന്റിങ്ങിനും കേരളത്തിൽ നൽകി വരുന്ന സബ്സിഡി 25,000 രൂപ മാത്രമാണ്. കേരളത്തിൻ്റെ സബ്സിഡി ആനുപാതികമായി വർധനവുണ്ടാക്കി കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് ഒന്നാമതായി പറയുവാനുള്ളത്. റബ്ബർ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടികൾ നേരത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വളരെ നിർണായകമായ ഘടകമാണ് റബ്ബർ കൃഷിയും അതിന്റെ വ്യവസായവും. ഇന്ന് അതേതാണ്ട് പൂർണ്ണമായും തകർച്ചയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു കയറ്റേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ധവളപത്രമിറക്കാൻ UDF. ചരിത്രത്തിലെ വലിയ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപമാകും ധവളപത്രം ഇറക്കുക. 28-ന് പ്രകാശനം നടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
GST നടപ്പിലാക്കി 5 വർഷം പിന്നിട്ടതോടെ കോമ്പൻസേഷൻ സെസ് എടുത്തു കളഞ്ഞതുവഴി 14% അധിക വരുമാനം കൂടി കണ്ടെത്തേണ്ട സാഹചര്യമാണ് സർക്കാരിനുള്ളത്. അതിനിടെയാണ് വരിഞ്ഞുമുറുക്കുന്ന ധനപ്രതിസന്ധി കൂടുതൽ തലവേദനയാകുന്നത്. വീണുകിട്ടിയ ആയുധം ഉപയോഗിച്ച് LDF സർക്കാരിനെ രാഷ്ട്രീയ പ്രഹരമേൽപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ഇതിന്റെ ഭാഗമായാണ് ധവളപത്രം ഇറക്കാൻ തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന. 2020-ലും സമാനമായ രീതിയിൽ UDF ധവളപത്രം പുറത്തിറക്കിയിരുന്നു. നികുതി പിരിവ് എങ്ങനെ വർദ്ധിപ്പിക്കാം, പൊതുചെലവ് എങ്ങനെ ചുരുക്കാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു അന്നത്തെ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 2 വർഷത്തിനിപ്പുറവും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നതാണ് ധനസ്ഥിതി കൂടുതൽ പരുങ്ങലിലാക്കിയതെന്ന വിമർശനമാണ് ധവളപത്രത്തിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത്. ധനകാര്യ രംഗത്തും ആസൂത്രണ രംഗത്തും അനുഭവപരിചയമുണ്ടായിരുന്ന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷ നീക്കം. CP ജോൺ ചെയർമാനായ ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം തയ്യാറാക്കുന്നത്. സർക്കാരിനെതിരായ കുറ്റപത്രം എന്ന പ്രചരണവുമായാകും ബജറ്റിന് മുന്നോടിയായി UDFന്റെ ധവളപത്രം പുറത്തിറങ്ങുക. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.